ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വിദ്യാപാറസ് 3324. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോ എടുക്കാൻ പോകുന്നത് ഭയങ്കര ഹെയർ ഫോൾസ് ഉള്ളവർക്കും കുറച്ച് തിക്നെസ് ആയിട്ട് ഹെയർ വളരാൻ വേണ്ടിയിട്ടും ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉള്ളത്. അതായത് ലേഡീസിന് പൊതുവേ നമുക്ക് ഭയങ്കര ഹെയർ ഫോൾസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെല്ലാം ഒരു ട്രീറ്റ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരു കുറച്ച് ഐറ്റംസ്, അതായത് കടയിലൊന്നും മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമ്മളൊരു അരപ്പ് തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ശരിക്കും പറഞ്ഞാൽ മുടി കുഴിച്ചിലുള്ള ആ ഒരു ഹെയർ തന്നെ ഞാൻ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനൊരു വീക്ക്ലി ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇതേ കാണുന്നില്ലെങ്കിൽ മുടി ഇങ്ങനെ കുറച്ചെങ്കിലും ഒരു തിക്കിൽ കിടക്കുന്നത്. ഭയങ്കര ഹെയർ ഫോൾസ് ഉണ്ട്. നീട്ട് വലിച്ച് കാട്ടാൻ പറയുന്നില്ല. ഞാൻ ഈ വീഡിയോയിലോട്ട് കിടക്കാം. ഇതേ കണ്ടില്ലേ, മുടി കൊഴിച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര മുടി കൊഴിച്ചിലുണ്ട്. ഒറ്റ തവണത്തെ മുടി കൊഴിയുന്നതാണ് ഇതേ കാണുന്നത്. നമുക്ക് ആദ്യം തന്നെ ഹെയർ മസാജിങ് ഓയിൽ മസാജിങ് ചെയ്ത് കൊടുക്കാം. ഇത് ഇന്ദുലേഖയുടെ വെറും ബോട്ടിൽ മാത്രമാണ് കേട്ടോ. അതിൽ ശരിക്കും ഇതിനകത്തുള്ളത് പ്യുവർ കോക്കനട്ട് ഓയിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ കൈകൊണ്ട് ചെയ്യാൻ മടിയുള്ളത് കൊണ്ട് ഞാൻ ഈ ഇന്ദുലേഖയുടെ ബോട്ടിൽ എടുത്തിരിക്കുന്നത് മാത്രം. അങ്ങനെ തലയൊട്ടിയിലൊക്കെ നല്ലോണം ഉള്ളിലെല്ലാം പെടുന്ന പോലെ നല്ല മസാജിങ് ചെയ്ത് കൊടുക്കണം. ഓയിൽ മസാജിങ് ചെയ്ത് കൊടുക്കണം. എന്ത് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ഓയിൽ മസാജിങ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതേ കാണുന്ന മെയിൻ ഐറ്റം നമ്മുടെ കറ്റാർ വാഴ. അതിൻ്റെ വലിയൊരു തണ്ട് നോക്കി പറിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. വലിയ തണ്ട് നോക്കി പറിച്ചെടുത്ത് അതിൻ്റെ ഇതേ കാണുന്നുണ്ട് ഒരു ജെല്ലി ടൈപ്പ്, യെല്ലോയിഷ് ജെല്ലി ടൈപ്പ്. ഇത് നമുക്ക് ശരിക്കും തന്നെ മാറ്റിയെടുത്തിട്ട് വേണം നമുക്ക് വെള്ളത്തിലിട്ട് അത് ആ ഒഴുക്ക് കളഞ്ഞിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാൻ തന്നെ. കറ്റാർ വാഴ യൂസ് ചെയ്യുന്നത് തന്നെ ഇത് മാറ്റിയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് എടുക്കാൻ പാടില്ല. ശരിക്കും അതൊരു സൈഡ് എഫക്റ്റ് വരും. പിന്നെ വേണ്ടത് നമുക്ക് ചെമ്പരത്തിൻ്റെ ഇല, കറിവേപ്പില ഇല, മുരിങ്ങയില, കറ്റാർവാഴ, ചെമ്പരത്തിൻ്റെ പൂവ്. ചെമ്പരത്തിൻ്റെ പൂവ് പറഞ്ഞാൽ നമുക്ക് നല്ല സ്മൂത്തനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പൂവ് എടുക്കുന്നത്. എനിക്ക് ഒരെണ്ണം കിട്ടിയിട്ടുള്ള ഞാൻ ഒരെണ്ണം എടുത്തു. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. പിന്നെ നമുക്കൊരു ജാറിലിട്ടിട്ട് എല്ലാം കഴുകിയിട്ടൊരു ജാറിലിട്ട് നമുക്കിതേ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടുണ്ടാകും. നല്ലോണം അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു തരിതരിപ്പം കിട്ടുള്ളൂ. അങ്ങനെ അതൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്ക് തലയിലേക്ക് തേക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേ കാണുന്നുണ്ടല്ലേ, ഇത് കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ടുണ്ടാകും. അങ്ങനെ നമുക്ക് ഇത് തലയിലോട്ട് തേക്കാൻ തുടങ്ങാം. അങ്ങനെ തലയിലോട്ട് ലെയർ പാട്ടായിട്ട് തലയിലെ എല്ലാവിടെയും ലെയറാക്കി മാറ്റിയിട്ട് വേണം നമുക്കിത് തേക്കാൻ. അതായത് ഇങ്ങനെ ചീവി തേക്കുന്നതായിരിക്കും നല്ലതില്ലെങ്കിൽ കൈ കൊണ്ട് തേച്ചാലും മതി. കൈ കൊണ്ട് ഇങ്ങനെ ലെയർ എടുത്താലും മതി. അങ്ങനെ ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും എല്ലാവിടെയും നല്ലോണം ആവുന്ന പോലെ വേണം നമുക്ക് ഇത് തേക്കാനായിട്ട്. അങ്ങനെ എല്ലാവിടെയും തേച്ചിട്ട് നല്ല മസാജിങ് ചെയ്ത് കൊടുക്കണം. ഉള്ളിലൊക്കെ നല്ലോണം ആവുന്ന പോലെ നല്ലോണം മസാജിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനും. നിങ്ങൾ അതുപോലെ ചെയ്യണം. പിന്നെ എന്നിട്ട് നമുക്ക് മുടി ഒരു അരമണിക്കൂർ മുടി കെട്ടി വെച്ചിട്ട് നമുക്ക് കുളിക്കാം. അരമണിക്കൂർ പറ്റില്ല, മറ്റേ നീരിറങ്ങുന്നവരാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 1/4 മണിക്കൂർ 10 മിനിറ്റ് അങ്ങനെ വെച്ചാലും മതി. ഇപ്പോൾ നമ്മൾ അരമണിക്കൂർ വെക്കുന്നുണ്ട്. പിന്നെ അതേ കുളിച്ച് റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മോൻ വന്നിട്ട് ഫോൺ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുളിച്ച് റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. നമ്മളുടെ ഈ തലയിൽ ഭയങ്കര ഇലേൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തല നല്ലോണം നല്ലോണം ചീവിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ പോയിക്കോളും. അത് കുഴപ്പമൊന്നുമില്ല. ഇത് യൂസ് ചെയ്യുന്നത് ശരിക്കും നല്ലതാണ്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നേച്ചുറൽ പ്രോഡക്റ്റ് അല്ലേ, അതുകൊണ്ട് നമുക്ക് ഒന്നും സൈഡ് എഫക്റ്റ് ഒന്നും വരില്ല. ഇതെല്ലാ സാധനം കിട്ടിയില്ലെങ്കിൽ കൂടി ചെമ്പരത്തിയെല്ലാം വെച്ച് മാത്രം നമുക്ക് തലയിലേക്ക് യൂസ് ചെയ്യാം. നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്ത് മറക്കരുത് കേട്ടോ.